ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഹരിതഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ഈ ലക്ഷ്യത്തിന്റെ കൂടി വിളംബരമായി. പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഹരിതഗ്രാമ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഘട്ടം ഘട്ടമായി പ്രവർത്തനങ്ങളിലൂടെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് ഹരിതഗ്രാമം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനത്തിൽ ഹരിത ഗ്രാമ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് സെക്രട്ടറി വി ജെ പോൾ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ അധ്യക്ഷത വഹിച്ചു. 6 വർഷമായി നമ്മൾ കേരളത്തിലും ദേവികുളങ്ങര പഞ്ചായത്തിലും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളം മാലിന്യമുക്ത കേരളമായി പ്രഖ്യാപിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ അതിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. നവകേരള മിഷന്റെ സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ സീമ ടീച്ചർ ആദ്യ പ്രസംഗം നടത്തിയത്. പിന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവർ സംസാരിച്ചു. അതെല്ലാം ഇപ്പൊ നാട്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വെറുതെ എത്തിച്ചേർന്നതല്ല. ഇവിടെ പുതിയ ഭരണസമിതി വരുമ്പം ഇങ്ങനെ ഹരിതകർമ്മ സേനക്കാരിവിടെ ഉണ്ട്. അങ്ങനെ ഒരു പ്രവർത്തനമൊക്കെ നടക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വിപുലീകരിക്കാൻ തീരുമാനിച്ചു. കായംകുളം MLA അഡ്വക്കേറ്റ് യു പ്രതിഭ പ്രഖ്യാപനം നടത്തി. അപ്പോൾ നമ്മൾക്ക് ഈ അടുത്തിടെ എൻ്റെ ഒരു ഫ്രണ്ട് സൈക്കിളിൽ ലോകം ചുറ്റാൻ പോകുന്ന അരുൺ തഥാഗതം എന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ട്. വളരെ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ഇഷ്ടം ലോകം കാണുക എന്നുള്ളതാണ്. സൈക്കിളിലാണ്. പിന്നെ പുള്ളി ഇറ്റലിയിലെ സാൻ മറീനോ എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ളൊരു സ്ഥലത്തെത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ പ്രതിഭാജി എന്ന് എന്നെ വിളിക്കുന്നു. പ്രതിഭാജി, ഞാൻ സൈക്കിൾ ഇങ്ങനെ മുകളിലോട്ട് ചവിട്ടി കയറ്റുകയാണ്. ഭയങ്കര പാടാണ്. സൈക്കിള് ചവിട്ടി കയറ്റാൻ പറ്റില്ല, തള്ളി കയറ്റുവാണ്. അത്രയും ഉയരത്തിലുള്ള കയറി ചെല്ലേണ്ട സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അണച്ചിട്ടാണ് എന്നോട് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുവാണ്, പ്രതിഭാജി നമ്മുടെ തൃശ്ശൂർ മേയറായിരുന്ന ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള VK പ്രശാന്തിൻ്റെ നമ്പർ എനിക്കൊന്ന് തരാമോ എന്ന്. ഞാനങ്ങ് അതിശയിച്ചു. ഇതെന്തിനാണാവോ ഈ ഇറ്റലിയിലെ ഒരു സമ്പന്ന നാട്ടിൽ ചെന്ന് നിന്നിട്ട് എന്നെ വിളിച്ചിട്ട് VK പ്രശാന്തിൻ്റെ നമ്പർ തരാമോ എന്ന് വാട്സപ്പ് അയച്ച് എന്തായിരിക്കും അരുൺജി എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പം പറഞ്ഞു, ഞാൻ ലോകത്തെ പല രാജ്യങ്ങളിലും പോയപ്പോഴും നമ്മുടെ കേരളത്തിലെ പോലെ വികേന്ദ്രീകരിച്ചിട്ടുള്ളൊരു മാലിന്യ സംവിധാനം ഞാൻ പലയിടത്തും കാണുന്നില്ല. നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങളെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പം എന്നോട് പറഞ്ഞ ചില സ്ഥലത്തൊക്കെ ചെന്നാൽ നമുക്ക് ഭയങ്കരമായിട്ട് അറപ്പ് തോന്നുന്ന തരത്തിലേക്ക് മാലിന്യം ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലായിടും പോവാം, എല്ലാ രാജ്യങ്ങളിലും പോയിക്കൊണ്ടിരിക്കുക. പാരീസിലും തുടങ്ങി. പാരീസൊക്കെ ഭയങ്കര, ചില സ്ഥലത്തൊക്കെ പാരീസ് ഈ കാണുന്ന പോലെ അല്ല എന്നോട് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിലെ ഓരോ വീട്ടിലെയും മാലിന്യ പ്രശ്നങ്ങളെ കൃത്യമായി കണ്ട് ഇടപെട്ട് അതിന്റെ ഫലമായി സമഗ്ര മാലിന്യ പരിപാലന പ്രവർത്തനം പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളുടെയും അജൈവ മാലിന്യം ശേഖരിച്ചുകൊണ്ട് ഹരിതകർമ്മസേന മാതൃകാപരമായ പ്രവർത്തനമാണ് ദേവികുളങ്ങരയിൽ കാഴ്ചവെക്കുന്നത്. ഓരോ മാസവും ശരാശരി 6 ടണ്ണിന് മുകളിൽ അജൈവ മാലിന്യമാണ് ശേഖരിച്ച് തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് ഹരിതകർമ്മസേന കൈമാറുന്നത്. ഗാർഹിക ജൈവമാലിന്യ സംസ്കരിക്കുന്നതിന് ആവശ്യമായ ഉപാധികൾ വിതരണം ചെയ്യുകയും കൃത്യമായ യൂസർ എഡ്യൂക്കേഷൻ നൽകി അത് ഉപയോഗിക്കുന്നതിലേക്ക് എത്തിക്കാനും ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. കമ്മ്യൂണിറ്റി ജൈവമാലിന്യ സംസ്കരണ ഉപാധിയായ തുമ്പൂർമുഴി മോഡൽ ബിന്നുകൾ സ്ഥാപിച്ച് കമ്മ്യൂണിറ്റി തല ജൈവമാലിന്യം സംസ്കരിക്കുവാനും സാധിക്കുന്നു. കൃത്യമായ ഇടപെടലുകളിലൂടെ ഗ്രാമത്തിലെ വിദ്യാലയങ്ങൾ മുഴുവൻ ഹരിത വിദ്യാലയങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. മുഴുവൻ ഘടക സ്ഥാപനങ്ങളിലും മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന സംസ്കാരത്തിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു. പഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളുടെയും കൃത്യമായ ബോധവൽക്കരണ പരിപാടി ശുചിത്വ ഉത്സവം എന്ന പേരിൽ നടത്തുകയും അതിലൂടെ മുഴുവൻ അംഗനവാടികളും ഹരിത അംഗൻവാടികളാക്കി മാറ്റാനും സാധിക്കും. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ മാതൃകാപരമായ പ്രവർത്തനമായ തണ്ണീർവനം ഹരിത ടൂറിസം എന്ന നിലയിൽ കേരളത്തിനൊരു മുതൽക്കൂട്ടാണ്. ഗ്രാമത്തിലെ മുഴുവൻ പൊതു പരിപാടികളും നടത്തുവാൻ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ച് നടത്തുവാനും ശ്രദ്ധിക്കുന്നുണ്ട്. ദേവികുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ഉത്സവം ഹരിതോത്സവമാക്കി നടത്തുന്നതിന് ഇത്തരത്തിൽ ശ്രദ്ധേയമായ പരിപാടിയാണ്. ശുചിത്വ പരിപാലനത്തിൽ മാതൃകാപരമായ പ്രവർത്തനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പുതുപ്പള്ളി നോർത്ത് ഗവൺമെന്റ് UP സ്കൂൾ പ്രഥമ അധ്യാപിക R രേണുക ഉൾപ്പെടെയുള്ളവരെ വാർഡുകളിൽ നിന്നുള്ള വ്യക്തികളെയും സ്ഥാപനത്തെയും U പ്രതിഭ MLA ആദരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് നീതുഷ രാജ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ S രേഖ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു, വാർഡ് മെമ്പർമാരായ E ശ്രീദേവി, രാജേഷ്, രാധാകൃഷ്ണൻ, ലീന രാജു, സ്വാമിനാഥൻ, ശ്യാമ വേണു, ലീന, പ്രശാന്ത് രാജേന്ദ്രൻ, ശ്രീലത, ചിത്രലേഖ, മിനി മോഹൻ ബാബു എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു കൃതജ്ഞത രേഖപ്പെടുത്തി. CD നെറ്റ് ന്യൂസ്, ദേവികുളങ്ങര.